നീ ഇവിടെ ഞാനും 3000 രൂപ പറ്റിട്ടോട്ടെ. വെച്ച് താമസിപ്പിക്കണില്ല. വാ, നോവിക്കാതെ അടിക്കണേ. ഏതാ നോവിക്കാതെ അടിക്കണോന്ന്? സന്തോഷേട്ടൻ എന്തോ പറയാനുണ്ടല്ലോ. ഇതൊക്കെ എന്ത്? ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. തെറ്റ്. ഒരു സിനിമയിൽ പോലും നായകനായിട്ട് ഒരു 100 കോടിയിലെത്താത്ത നീ എങ്ങനെയാടാ മലയാള സിനിമയാവും? നീ മിമിക്രിക്കാർക്ക് വേണ്ടി സമർപ്പിക്കേ. ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുള്ളൂ. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. മിമിക്രിക്കാർക്ക് വേണ്ടി എന്റെ ഇഷ്ടമല്ലേ അത്? ഞാൻ സിനിമ നടനാണ്. ഞാൻ അത്ര സിനിമയിലെ പരിചയമുണ്ട്. പിന്നെ നീ നായകനെ അഭിനയിച്ച ഏതെങ്കിലും ഒരു പടം 100 കോടി കപ്പിൾ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് നീ ഒന്നും ജീവിച്ചിരിക്കുമ്പോ ഒരുത്തനും ശ്രദ്ധിക്കൂല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണലിച്ചാൻ പോണു. പിന്നെ ചത്ത ചിലപ്പോ ശ്രദ്ധിച്ചു എന്ന് വരും. അല്ലേലും ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായിട്ട് തോന്നും. അതാരുടെയും കുറ്റമല്ല. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. എനിക്കെല്ലാമായി തൃപ്തിയായി. ഓടാ, ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.